യൂസ്ഡ് 5G സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ കുറച്ച് ഗ്യാരണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വാറണ്ടിയൊക്കെ ഉള്ള ഒരു 9 മാസം വാറണ്ടി, കമ്പനി വാറണ്ടിയോടെ, അല്ലെങ്കിൽ ഒരു മാസം വാറണ്ടിയുള്ള ഒരു 5G സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ ബോക്സ് പീസ് വാങ്ങുന്നതല്ലേ നല്ലത്. അങ്ങനെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് നമ്മൾ ഗീവ് ഒക്കെ നടത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഗീവ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് നല്ല ഈ വീഡിയോയിൽ കാണുന്ന സ്മാർട്ട് ഫോൺ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും, വീഡിയോ കണ്ടിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇപ്പം സാധനം ഒരുപാട് ഇപ്പം കുറച്ച് ബോക്സ് പീസ് വന്നിട്ടുണ്ട്. ഫുൾ എല്ലാം വാറണ്ടിയുള്ള പീസുകളാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആദ്യം തന്നെ വിലയും കാര്യങ്ങളും നോക്കുന്നില്ല, നല്ല കിടിലൻ സാധനങ്ങൾ. ഗെയിമിങ്ങിനല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗെയിമിംഗ് സാധനങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. ഗെയിമിങ്ങിന് ലോ ബഡ്ജറ്റിൽ കിടിലൻ സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന് ഐക്യൂയും പിന്നെ ടെക്നോയുടെ ഒരു ക്യാമോൺ 20 പൊളി സാധനം. പുതിയ സാധനം ഉണ്ടല്ലോ, വാറണ്ടി ഉള്ള ഒരു പൊളി സാധനം. ആ ലുക്ക് കണ്ടാ വല്ലാത്തൊരു ഭംഗി തന്നെ കേട്ടോ ഈ സ്മാർട്ട് ഫോൺ കാണാൻ. ഗെയിമിംഗ് ആണെങ്കിലും പൊളിക്കും. ഇത് വന്നിട്ട് 8GB റാം ഉണ്ട്, 256 സ്റ്റോറേജ് ഉള്ളൊരു സാധനമാണ് എൻ്റെ അളിയന്മാരെ. പൊളി സാധനം, പുതിയ പീസാണ് കേട്ടോ. ഇത് പഴയതല്ല, പുതിയതാണ്. ജസ്റ്റ് ഒരു 7 മാസത്തൊക്കെ വാറണ്ടി വരും ഗൈസ്. 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. 10-15,000 വരെയുള്ള സാധനമാണ്. 10,000 രൂപ കൊടുത്താൽ മതി ഗൈസ്, പുതിയ സാധനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഐക്യു ഗെയിമിംഗ് സാധനമാണ്. ഐക്യു 9 ആണ് മോഡല്. സാധനം ബോക്സ് ആണ് വിത്ത് ഫുൾ ആക്സസറീസ്, രണ്ടും കേട്ടോ, രണ്ടും ഫുൾ ആക്സസറീസ്. പുതിയ പീസ് നോക്കിയാൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ യാതൊന്നുമില്ല, പുതിയ പീസ്. കുറ്റം പറയാനും എനിക്ക് വാക്കുകളില്ല എന്നതാണ് സത്യം കേട്ടോ. വാക്കുകളൊന്നും എനിക്കൊന്നുമില്ല. ഫിംഗർ പ്രിന്റ്, ഡിസ്പ്ലേ, പൊളിസാണ്. ഗെയിമിങ്ങിനാണെങ്കിൽ ഇതെടുത്ത് ഒന്നും നോക്കണ്ട ഗൈസ്. ഇതിൻ്റെ വില അറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കും കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് പുതിയതായതുകൊണ്ടാണ് അത്രയും വില വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ വില വന്നിട്ട് ഗൈസ് 16,000 രൂപയാണ് വില വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ റിയൽമി 14X ആണ്. 14X പുതിയ പീസാണ് കേട്ടോ. ഇത് വന്നിട്ട് കറക്റ്റ് ഒരു വർഷം ബില്ലിങ്, ജസ്റ്റ് ഓപ്പൺ പീസാണെന്നേ ഉള്ളൂ. ബില്ലിങ് ജസ്റ്റ് കുറച്ച് ദിവസം ബില്ലിങ് ഉണ്ട്. 1 ഇയർ 12 മാസവും വാറണ്ടി ഉള്ള ബോക്സ് പീസാണ് സാധനം. നിങ്ങൾക്ക് നല്ല ടാക്സ് ഒന്നും വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാം, അത്രേ ഉള്ളൂ. സാധനം കിടിലൻ സാധനം ഗൈസ്. ഒരു 8GB റാം, 120 സ്റ്റോറേജ് വരുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്. ഒരു 11 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൈസ്. അപ്പം വേറൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഓപ്പോയുടെ F27 5G സ്മാർട്ട് ഫോൺ. ഇത് വന്നിട്ട് ഒരു 6 മാസത്തോളം വാറണ്ടി ഉള്ള ഒരു ബോക്സ് പീസാണ്. എല്ലാം ബോക്സ് പീസ് വാറണ്ടി ഉള്ള പീസുകളാണ് കേട്ടോ. ക്ലീൻ പീസ് കേട്ടോ. ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു ഡിഫക്റ്റോ കാര്യങ്ങളോ, ബോഡി തന്നെ പുതിയത് പോലെയാണ്, ഒരു സ്ക്രാച്ച് പോലും ഇല്ല എന്നതാണ് അതിശയം കേട്ടോ. സംഭവം പൊളി സാധനം ഗൈസ്. ഇത് വന്നിട്ട് ഒരു 13,500 നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടാകും. ഇതിൻ്റെ ബോഡിയൊക്കെ നോക്കിയാണ് പുതിയതുപോലെ ആയിരിക്കുന്നത് കണ്ടല്ലേ. ഒരു സൈഡിൽ പോലും ആ സിം സ്ലോട്ടിൻ്റെ അവിടെ പോലും ഒരു പൊട്ടലോ ചീട്ടലോ യാതൊന്നുമില്ല, നമ്മളെ വെറുപ്പിക്കത്തില്ല. അമ്മാതിരി ക്വാളിറ്റി മൂലം മുട്ടായി സാധനം എന്ന് പറയുമല്ലോ, ആ ഒരു പെർഫോമൻസ് സാധനം. രണ്ടും വാറണ്ടി പീസാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പനി വാറണ്ടിയോടെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് ഫോൺ വാങ്ങണം, ഇത് വാങ്ങിക്കാം. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ ഐക്യൂൻ്റെ തന്നെയാണ്, ഐക്യു നിയോ 7 Pro ആണ് ഈ സാധനം. ഇത് ജസ്റ്റ് ഹാഫ് ബോക്സേ ഉള്ളൂ സാധനം, ഫുൾ ബോക്സ് ഇല്ല. ഇതും 8GB റാം, 128 സ്റ്റോറേജ് വരുന്നതാണ് സാധനം. അതിൽ ഹാഫ് ബോക്സേ ഉള്ളൂ കേട്ടോ, ഫുള്ളില്ല. പിന്നെ ഇത് വന്നിട്ട് ഗൈസ് ഒരു 15 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധനം കൊള്ളാം കേട്ടോ. ബോക്സിൻ്റെ പകുതി ഉണ്ടെന്നേ ഉള്ളൂ. സാധനം നല്ല വൃത്തിയുള്ള പീസാണ്.